നമസ്കാരം. ആഴ്ചവട്ടത്തിലേക്ക് എല്ലാ CCTV പ്രേക്ഷകർക്കും സ്വാഗതം. കോവിഡ് എന്ന മഹാമാരിയിൽപ്പെട്ട് രാജ്യം ഉഴലുകയാണ്. എന്നിരുന്നാലും ഏറെ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. രാജ്യത്ത് കോവിഡ് മുക്തരാവുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്കിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം മരണനിരക്കും ഗണ്യമായി കുറഞ്ഞു. ഇതൊരു ശുഭസൂചന തന്നെയാണ്. 1 ദശലക്ഷം ജനസംഖ്യയിൽ ലോകത്ത് ഏറ്റവും കുറഞ്ഞ കോവിഡ് മരണനിരക്കാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നിലവിലെ മരണനിരക്കായ 1.52% 2020 മാർച്ച് 22 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണ്. ദശലക്ഷത്തിന് 81 ഇന്ത്യയിലെ മരണസംഖ്യ. ഒക്ടോബർ 2 ശേഷം രാജ്യത്ത് 1100-ൽ താഴെ പ്രതിദിന മരണങ്ങളാണ് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 63,371 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ 70,338 പേർ രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 64,53,779 മാറി. രോഗമുക്തരുടെ എണ്ണവും ചികിത്സയിലുള്ളവരുടെ എണ്ണവും തമ്മിലുള്ള അന്തരം 56 ലക്ഷം കവിഞ്ഞു. രോഗമുക്തരുടെ എണ്ണം ചികിത്സയിലുള്ളവരുടെ എണ്ണത്തേക്കാൾ 8 മടങ്ങ് കൂടുതലാണ്. രോഗബാധിതരാകുന്നവരുടെ എണ്ണവും ക്രമാനുഗതമായി കുറഞ്ഞുവരികയാണ്. ആകെ രോഗബാധിതരിൽ 10.92% മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 8,04,528 പേർ. രോഗമുക്തരാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ രോഗമുക്തി നിരക്ക് 87.56% ഉയർന്നു. രോഗമുക്തി നേടിയവരിൽ 78% 10 സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ്. പ്രതിദിന രോഗമുക്തി 13,000-ലധികമുള്ള മഹാരാഷ്ട്ര തന്നെയാണ് രോഗമുക്തി നേടിയവരുടെ എണ്ണത്തിലും മുന്നിൽ. രാജ്യം ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് കോവിഡ് എന്ന മഹാമാരിയെ തുടച്ചു നീക്കാനായി പ്രയത്നിക്കുകയാണ്. ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്പമൊന്ന് പിഴച്ചാൽ എല്ലാം വൃഥാവിലാകും. അതിനാൽ നല്ലൊരു നാളേക്കായി ഒറ്റക്കെട്ടായി മുന്നേറാം നമുക്ക്. അക്കിത്തം വിടവാങ്ങിയതോടെ 1 നൂറ്റാണ്ടിന്റെ ഇതിഹാസമാണ് ഓർമ്മയാകുന്നത്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിൽ അദ്ദേഹം എഴുതിയ വരികൾ ആധുനികതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എഴുത്തുകാരൻ എഴുത്തിൽ മാത്രമല്ല ജീവിതത്തിലും വൈകാരികതകളെ നിയന്ത്രിച്ച് മുന്നോട്ടു പോകണമെന്ന് തെളിയിച്ച കവി കൂടിയായിരുന്നു അക്കിത്തം. ഓത്തും യജ്ഞവും കർമ്മവും ജന്മിത്വവും ഐത്തവും ആചാരവുമെല്ലാം തികഞ്ഞ അമേറ്റൂർ അക്കിത്തത്ത് മനയിൽ 1926 മാർച്ച് 18 വാസുദേവൻ നമ്പൂതിരിയുടെയും ചേകൂർ മനക്കൽ പാർവതി അന്തർജനത്തിന്റെയും മകനായി ജനിച്ച അക്കിത്തം പക്ഷേ കാലത്തിന്റെ വിളിയും കളിയും അറിഞ്ഞ് പരിഷ്കാരങ്ങളെ പരീക്ഷിച്ച് പുരോഗമന മാർഗത്തിലൂടെയാണ് സഞ്ചരിച്ചത്. ചെറുപ്പം മുതൽ തന്നെ കവിതയും കഥയും നാടകവുമെല്ലാം ആ രക്തത്തിൽ അലിഞ്ഞിരുന്നു. 1930കളിൽ പുരോഗമനപരമായി ചിന്തിച്ച മറ്റേതൊരു നമ്പൂതിരി യുവാവിനെയും പോലെ സാമുദായിക നവീകരണ പ്രസ്ഥാനങ്ങളിലൂടെയാണ് അക്കിത്തം പൊതുരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. അന്ന് VT ഭട്ടതിരിപ്പാടായിരുന്നു അക്കിത്തത്തിന്റെ ഗുരു. നമ്പൂതിരിയെ മനുഷ്യനാക്കാനുള്ള ആ പ്രക്ഷോഭത്തിൽ പഴകിയ ആചാരങ്ങളുടെ പായൽ പിടിച്ച തറവാട്ടകങ്ങളിൽ നിന്നും പുരോഗമന പ്രസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങി നടന്നു അദ്ദേഹം ഉൾപ്പെടെയുള്ള തലമുറ. സംസ്കൃതവും വേദവുമല്ലാതെ മലയാളം പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു. വെറും 26-ാം വയസ്സിലാണ് കവി 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എഴുതിയത്. ഹിംസാത്മകമായ സമരങ്ങളെ ഇടതുപക്ഷ മുന്നേറ്റം നടന്ന കാലഘട്ടത്തിൽ എതിർത്തതോടെ അക്കിത്തത്തെ ഇടതുപക്ഷ വിരുദ്ധനായി മുദ്രകുത്തിയവരുണ്ടായി. കമ്മ്യൂണിസത്തിനെതിരായിരുന്നില്ല ആ കവിത, ഹിംസയ്ക്ക് എതിരായിരുന്നുവെന്ന് അക്കിത്തം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യത്വത്തിന്റെ പൊരുൾ ഊറ്റിയെടുത്ത് യഥാർത്ഥ സ്വപ്നം കാണുവാനും ആത്മാർത്ഥമായി കരയുവാനും ഹൃദയപൂർവ്വം ചിരിക്കുവാനും പ്രാണൻ നൽകി പ്രണയിക്കുവാനുമെല്ലാം കവി നമ്മെ പഠിപ്പിച്ചു. അന്യാധീനപ്പെട്ടുപോയ മണ്ണിന്റെയും മനുഷ്യന്റെയും ജൈവിക ചോദനകൾക്ക് വെട്ടിനിരത്തിയാലും വീണ്ടും മുളയ്ക്കാനുള്ള മനോവിജ്ഞാനീയ തലം കൂടിയുണ്ടെന്ന് പുരോഗമനത്തിന്റെ പ്രകൃതി ബിംബങ്ങളിലൂടെ കവി നമുക്ക് പറഞ്ഞു തരികയായിരുന്നു. നവതി ആഘോഷിച്ച ഇതിഹാസ കവിയുടെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം 21-ലും പ്രസക്തമാകുന്നത് ഇങ്ങനെയൊക്കെയാണ്. കേരളത്തിന്റെ യുഗപകർച്ചകൾക്കൊപ്പം സഞ്ചരിച്ച കവി ഏറെ വൈകിയാണെങ്കിലും അർഹതയ്ക്കുള്ള അംഗീകാരത്തിന്റെ നിറവിലാണ് മൺമറഞ്ഞത്. മഹത്തായ സാഹിത്യ സൃഷ്ടികളിലൂടെ അക്കിത്തം എക്കാലവും മലയാളികളുടെ മനസ്സിൽ നിലകൊള്ളുമെന്നതിൽ തർക്കമില്ല. ബംഗാളി നാടൻ ശീലുകളാൽ മുഖരിതമായിരുന്ന പാടശേഖരങ്ങളിൽ മലയാള ഞാറ്റുപാട്ടിന്റെ ഈരടികളുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ.
കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ആളൂർ പാടശേഖരത്തിലാണ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാള ഞാറ്റുപാട്ട് മുഴങ്ങിയത്. ആളൂർ ഉൾപ്പെടെ മേഖലയിലെ പാടശേഖരങ്ങളിൽ തദ്ദേശീയരായ തൊഴിലാളികളെ ലഭ്യമല്ലാത്തതിനാൽ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് നടിയിലും കൊയ്ത്തും മെതിയും ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്തിരുന്നത്. 30-ലേറെ പേരാണ് ഒരേ സമയം പാടശേഖരങ്ങളിൽ ഇറങ്ങുകയും മണിക്കൂറുകൾക്കകം ഏക്കർ കണക്കിന് സ്ഥലത്ത് ഞാറ് നടുകയുമായിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായുള്ള പതിവ്. എന്നാൽ ഇക്കുറി ആ പതിവ് തെറ്റിയിരിക്കുകയാണ്. നിരവധി പേരുടെ ജീവിതത്തിൽ വില്ലനായി കടന്നുവന്ന കൊറോണയാണ് ഇവിടെയും വില്ലനായത്. രോഗവ്യാപനത്തിന്റെ സാഹചര്യത്തിൽ നാട്ടിലേക്ക് മടങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗവും തിരിച്ചെത്താത്തതിനാൽ ജോലിക്ക് ആളില്ലാതെ കർഷകർ ബുദ്ധിമുട്ടുന്ന സ്ഥിതിയാണുണ്ടായിരുന്നത്. ഇതിനിടെയാണ് കൊറോണ കാരണം തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികൾ കാർഷിക വൃത്തികൾ ചെയ്യുന്നതിനുള്ള സന്നദ്ധത അറിയിച്ച് മുന്നോട്ടു വന്നത്. പാടശേഖരങ്ങളിൽ ഒരു പരീക്ഷണം എന്ന നിലയിലാണ് കർഷകർ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവസരം നൽകിയത്. ശൈലജ കൃഷ്ണൻ, സരസ്വതി സുബ്രഹ്മണ്യൻ, ഷീജ ചന്ദ്രൻ, ഷൈനി കൃഷ്ണൻ, വത്സല ശങ്കരൻകുട്ടി, ദേവകി ശിവദാസൻ, തങ്ക കണ്ടര്, അമ്മിണി അയ്യപ്പൻ, തങ്കമണി മാണിക്കൻ എന്നിവരടങ്ങിയ സംഘം അവസരം ഫലപ്രദമായി ഉപയോഗിച്ചതോടെ ആളൂർ പാടശേഖരത്തിലെ 25 ഏക്കറിലേറെ വരുന്ന കൃഷിയിടത്തിലെ നടീൽ ജോലികൾ വിജയകരമായി പൂർത്തീകരിക്കുകയായിരുന്നു. ആളൂർ പാടശേഖര സമിതിയുടെ ഭാഗമായ 75 ഏക്കറോളം വരുന്ന ചിറക്കാവ് ഭാഗത്താണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ നടീൽ ജോലികൾ ചെയ്യുന്നത്. ഉമ നെൽവിത്താണ് മുണ്ടകൻ കൃഷിക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. പാടശേഖര സമിതിയിൽ ഉൾപ്പെട്ട KV ജോസ് മാസ്റ്റർ, ബൈജു പുളിക്കൽ, PK സുബ്രഹ്മണ്യൻ, CJ ഫ്രാൻസിസ് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് നടീൽ ജോലികൾ പുരോഗമിക്കുന്നത്. കൊറോണ ഒരു നിമിത്തമായതോടെ ഒരിടവേളയ്ക്ക് ശേഷം നമ്മുടെ വയലുകളിൽ നിന്നും മലയാള വായ്ത്താരികളും നാടൻ ശീലുകളും വീണ്ടും ഉയരുകയാണ്. ഇതൊരു പുതിയ തുടക്കമാകട്ടെ. തുടർന്നും പാടശേഖരങ്ങളിൽ പഴമയും മഹിമയും കോർത്തിണക്കിക്കൊണ്ട് പുതിയൊരു ചരിത്രം സൃഷ്ടിക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കഴിയട്ടെ. കോവിഡ് കാലത്ത് വരുമാനം മുട്ടിപ്പോയെന്ന് പരാതി പറയുന്നവർ ഗുരുവായൂരിലെ ഈ 3 പേരെ കണ്ടുപഠിക്കണം. വ്യാപാരം ലോക്ഡൌണിൽ പ്രതിസന്ധിയിലായെങ്കിലും പോത്തു വളർത്തലിലൂടെ അതിജീവനത്തിന്റെ പാത തെളിയിക്കുകയാണ് ഇവർ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോഴാണ് സുഹൃത്തുക്കളായ CD ജോൺസൺ, KB സലീഷ് കുമാർ, PB താഹിർ എന്നിവരുടെ മനസ്സിൽ പോത്തു വളർത്തലെന്ന ആശയം ഉദിക്കുന്നത്. പിന്നെ പരീക്ഷണത്തിനൊന്നും നിന്നില്ല. വിപുലമായ രീതിയിൽ ആസൂത്രണം ചെയ്ത് ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. പണം പലിശയ്ക്കെടുത്ത് നഗരമധ്യത്തിൽ നിന്ന് മാറി ഇരിങ്ങപ്പുറത്ത് പഴയ വീടും സ്ഥലവും ലീസിനെടുത്ത് ഫാം ഒരുക്കി. ഹരിയാനയിൽ നിന്ന് മുറ ഇനത്തിലുള്ള ഉരുക്കളെ കൊണ്ടുവരാനും തുടങ്ങി. 40ഓളം കാലികളെയാണ് ഒരേ സമയം കൊണ്ടുവരുന്നത്. വൈക്കോൽ, പ്രോട്ടീൻ അടങ്ങിയ അവിൽ, തവിട് എന്നിവയാണ് ഇവയ്ക്ക് നൽകുന്നത്. മാത്രമല്ല ഫാമിനടുത്തുള്ള പാടത്ത് പുല്ലുമേയാനും സൗകര്യമൊരുക്കി. ദിവസങ്ങൾക്കകം തൂക്കം ഇരട്ടിയാകുന്നതോടെ കാലികളെ മൊത്തമായും ചില്ലറയായും തൂക്കി വിൽക്കും. 4 ലോഡ് പോത്തുകളെ ഇതിനകം വിൽപ്പന നടത്തി. 35 വർഷമായി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ഫാൻസി കട നടത്തുകയാണ് ജോൺസൺ. 25 വർഷത്തിലധികമായി ക്ഷേത്ര പരിസരത്ത് തന്നെ ഹോട്ടൽ നടത്തുകയാണ് സലീഷ്. ചൊവ്വല്ലൂർപ്പടിയിൽ വാഹന പെയിന്റിംഗ് ആണ് താഹിറിന് ജോലി. ക്ഷേത്രത്തിലെത്തുന്നവരെ മാത്രം ആശ്രയിച്ച് കച്ചവടം ചെയ്യുന്നതിനാൽ ലോക്ഡൌൺ തുടങ്ങിയതിനു ശേഷം ജോൺസണും സലീഷിനും സ്ഥാപനങ്ങൾ തുറക്കാനായിട്ടില്ല. താഹിറിനും വരുമാനം നിലച്ച മട്ടായി. കുടുംബം പുലർത്താൻ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വന്നപ്പോഴാണ് പോത്തിന്റെ രൂപത്തിൽ ഇവരെ ഭാഗ്യദേവത കടാക്ഷിക്കുന്നത്. കൊറോണ കാലം ഗുരുവായൂരിലെ ബിസിനസ്സിനെ കുറിച്ചൊരു താർത്ത നേരിട്ടപ്പോൾ ഞങ്ങൾ അതിനെ അതിജീവിക്കാൻ എന്താണ് മാർഗം എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഗുരുവായൂർ ക്ഷേത്രനടയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ സലീഷ് ഹോട്ടൽ ബിസിനസ്സാണ് ഗുരുവായൂർ ചെയ്യുന്നത്. താഹിർ ചൊവ്വല്ലൂർപ്പടിയിലും ബിസിനസ് ചെയ്യുന്നുണ്ട്. ഈ ബിസിനസ് 3ഉം ഒരു പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിലാണ് ഇത്തരം കൂട്ടുകാരും ഒന്നിച്ചുള്ള ചർച്ചയിൽ ഇൻസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റബിൾ ലഭിക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലയ്ക്കാണ് ഈ ഫാമിന് ഞങ്ങൾ തുടങ്ങാനുള്ള കാരണം ഉണ്ടായത്. എന്തായാലും ഫാമിൻ്റെ ഒരു ഉത്ഭവത്തോടു കൂടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 4ാമത്തെ ലോഡാണ് ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഹരിയാനയിൽ നിന്നാണ് ഞങ്ങൾ ഈ കുട്ടികളെ കൊണ്ടുവരുന്നത്. മുറ ക്രോസ് ബ്രീഡ്. വൈറ്റ് കോളറിന് തുല്യമായി മാത്രം ഒതുങ്ങിയിരുന്ന ഇവരുടെ ജീവിതശൈലി ഫാമിലെ ചാണകത്തോടും മൂത്രത്തോടും പെട്ടെന്ന് പൊരുത്തപ്പെട്ടു. ഇപ്പോൾ പോത്തു വളർത്തലിലൂടെ മികച്ച വരുമാനം ലഭിക്കുന്നതായി മൂവരും ഒരേ സ്വരത്തിൽ പറയുന്നു. അടച്ചുപൂട്ടലിന്റെ കാലം ഇവർക്ക് മുന്നിൽ വരുമാനത്തിന്റെ പുതിയ വാതായനം തുറക്കുകയാണ് ചെയ്തത്. കച്ചവടം പച്ചപിടിക്കുന്നതിനനുസരിച്ച് ആട്, കോഴി ഫാം തുടങ്ങാനാണ് ഇവർക്ക് പദ്ധതി. കോവിഡ് എന്ന മഹാമാരി ജീവിതത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നത് ഇനി അർത്ഥവത്തല്ല. പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തി വിജയിക്കുകയാണ് ഇനിയുള്ള ഏക പ്രതിവിധി. ഇത്തരത്തിൽ പ്രതീക്ഷകൾ തകർന്നവർക്ക് പുത്തൻ ആശയങ്ങളും പ്രചോദനവും പകരുകയാണ് ഈ യുവാക്കൾ. രാവും പകലും കൂനമുച്ചി കൈയടക്കി വാഴുകയാണ് തെരുവു നായ്ക്കൾ.
തൃശൂർ ഗുരുവായൂർ റൂട്ടിലെ പ്രധാന സെന്ററിലാണ് തെരുവു നായ്ക്കൾ വിലസുന്നത്. മാത്രമല്ല ഇരുചക്ര വാഹനങ്ങൾക്ക് വട്ടം ചാടുന്നതും പതിവായിരിക്കുകയാണ്. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ പ്രധാന കേന്ദ്രമായ കൂനമൂച്ചിയിൽ പുറത്തിറങ്ങി നടക്കാൻ ജനങ്ങൾ ഭയപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തെരുവു നായ്ക്കളുടെ രൂക്ഷമായ ശല്യം മേഖലയിൽ ആശങ്കയുളവാക്കുകയാണ്. 10-15 വരുന്ന നായ്ക്കൾ കൂട്ടത്തോടെയാണ് തെരുവുകൾ കീഴടക്കുന്നത്. ഇതുമൂലം ജനങ്ങൾ ഏറെ ഭീതിയോടെയാണ് പുറത്തിറങ്ങുന്നത്. കാൽനട യാത്രികരെയും ഇരുചക്രവാഹന യാത്രികരെയും നായ്ക്കൾ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നതും പതിവാണ്. ഇരുചക്രവാഹനങ്ങൾക്ക് പിറകെ നായ്ക്കൾ കൂട്ടത്തോടെ ഓടുന്നതുമൂലം ബൈക്കുകൾ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടം ഉണ്ടാകുന്നതും തുടർക്കഥയായി മാറുകയാണ്. സമീപത്തുള്ള മാംസവ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ശേഖരിച്ച് തെരുവു നായ്ക്കൾക്ക് നൽകുന്നവരാണ് നായശല്യം രൂക്ഷമാക്കിയതിന് പിന്നിലെന്ന ആക്ഷേപം പരക്കെയുണ്ട്. മുൻപ് മാംസവ്യാപാരശാലകളുടെ പരിസരത്ത് പോലും തെരുവു നായ്ക്കളെ കടത്താറുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളുടെ പരിസരങ്ങൾ നായ്ക്കളുടെ വിഹാരകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. തെരുവു നായ്ക്കളെ പിടികൂടാൻ സംവിധാനമില്ലാത്തതിനാൽ ഇവയെ പേടിച്ച് ജീവിക്കേണ്ട സ്ഥിതിയാണ് പ്രദേശവാസികൾക്കുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് കൂനമൂച്ചിയിൽ ഇപ്പോഴുള്ളത്. അതിനാൽ തെരുവുനായ ശല്യത്തിൽ നിന്നും ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന നടപടി കൈക്കൊള്ളാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. തെരുവു നായ്ക്കളുടെ ആക്രമണ ഭീതിയെ തുടർന്ന് പുറത്തിറങ്ങാൻ തന്നെ മടിക്കുന്ന നിലയിലേക്ക് സ്ഥിതിഗതികൾ മാറിക്കഴിഞ്ഞു. അപകടങ്ങളും ആക്രമണങ്ങളും പതിവായിട്ടും നാളിതുവരെയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും അനുകൂല നടപടികൾ ഉണ്ടായിട്ടില്ല. ഇനിയും ഒരു അപകടത്തിന് കാത്തുനിൽക്കാതെ അധികൃതർ കണ്ണു തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നില്ലെന്ന് പരക്കെ ആക്ഷേപം ഉയർന്നിരിക്കുകയാണ്. നിയമലംഘനങ്ങൾ മുറയ്ക്ക് സജീവമായിട്ടും അതിതീവ്ര മേഖലകളിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ അധികൃതർക്ക് ആകുന്നില്ല എന്നതാണ് വാസ്തവം. അതീവ ജാഗ്രതയിലാണ് നാട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകർ, പോലീസ് ഉൾപ്പെടെ അവശ്യ സർവീസുകാർക്ക് മാത്രമേ പുറത്തുപോകാൻ അനുമതിയുള്ളൂ. ഈ വ്യവസ്ഥ നിലനിൽക്കേണ്ട മേഖലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്ന് ആളുകൾ വ്യാപകമായി പുറത്തുപോകുന്നതായാണ് ആക്ഷേപം ഉണ്ടായിട്ടുള്ളത്. കണ്ടെയ്ൻമെന്റ് സോണുകളാകപ്പെട്ട വാർഡുകളിലെ പൊതുവഴികൾ പോലീസ് അടയ്ക്കുകയാണ് പതിവ്. എന്നാൽ പോലീസിന്റെ സാന്നിധ്യം ഇല്ലാതായാൽ ഉടൻ തന്നെ നിയന്ത്രണങ്ങൾ ലംഘിച്ച് ജനം പുറത്തുപോകുന്നതാണ് നിലവിലെ സ്ഥിതി. കോവിഡിന്റെ വ്യാപനം തടയാൻ വേണ്ടിയാണ് ഹോട്ട്സ്പോട്ട് പ്രഖ്യാപിക്കുന്നതും നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതും. എന്നാൽ പലയിടത്തും പോലീസിന്റെ ശ്രദ്ധ കുറയുന്നതോടെ സാധാരണ രീതിയിൽ തന്നെ ജനജീവിതം തുടരുന്നതാണ് കണ്ടുവരുന്നത്. ഇതോടെ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപനവും പ്രഹസനമാവുകയാണ്. ക്രമസമാധാന പാലനം കൂടി നോക്കേണ്ടതിനാൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ പോലീസിനും പരിമിതികളുണ്ട്. ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ എന്നിവർക്ക് പുറമെ പ്രാദേശിക ജാഗ്രതാ സമിതികൾ ഉണ്ടെങ്കിലും ഇവർക്കും ഇടപെടുന്നതിൽ പരിധിയുണ്ട്. നിലവിൽ ചാവക്കാട് മേഖലയിൽ പല പോലീസുകാർക്കും കോവിഡ് സ്ഥിരീകരിച്ചതോടെ ഇവരുടെ സമ്പർക്കത്തിലുള്ളവരും നിരീക്ഷണത്തിൽ പോകേണ്ട സ്ഥിതിയാണ്. ഇതുമൂലം സമീപ സ്റ്റേഷനുകളിലും കാക്കിസേനയുടെ അംഗബലം കുറയുന്നത് പ്രതിസന്ധിയാവുകയാണ്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ മേഖലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 18ഓളം കണ്ടെയ്ൻമെന്റ് സോണുകളാണ് നിലവിലുള്ളത്. ഇത്തരത്തിൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ചിട്ടും നിയന്ത്രണങ്ങളോടും പൊതുനിർദ്ദേശങ്ങളോടും ജനം സഹകരിച്ചില്ലെങ്കിൽ വലിയ വ്യാപനത്തിലേക്കാണ് തീരമേഖല കടന്നുപോവുക എന്നതിൽ സംശയമില്ല. ഏറെ കരുതലോടെ ഒറ്റക്കെട്ടായി കോവിഡിനെ പ്രതിരോധിക്കുന്നതിനിടയിലാണ് ഇത്തരം സംഭവങ്ങൾ നമുക്കിടയിൽ അരങ്ങേറുന്നത്. പോലീസ് നിയന്ത്രണത്തിൽ പോലും കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്നത് ഏറെ ഗൗരവത്തോടെ തന്നെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം വളരെ വലിയ വിപത്തിലേക്കാവും പൊതുജനം എത്തിപ്പെടുക എന്നതിൽ സംശയം വേണ്ട. ഗുണ്ടാവാഴ്ച തടയാൻ അരയും തലയും മുറുക്കി പോലീസ് ഇറങ്ങിയപ്പോൾ ഒറ്റപ്പകലിൽ കുടുങ്ങിയത് നിരവധി പേരാണ്. ജില്ലാ പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ റേഞ്ചറിന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് 1 കിലോ കഞ്ചാവും അനധികൃതമായി വളർത്തിയിരുന്ന വെരുകിനെയും പിടികൂടിയത്. ബുധനാഴ്ച രാവിലെയാണ് ഓപ്പറേഷൻ റേഞ്ചറിന്റെ ഭാഗമായി ശ്രീജിത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. വീടിനുള്ളിൽ ഒരു വലിയ കവറിലും ചെറിയ പാക്കറ്റുകളിലുമാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. വീടിന് പുറകിലെ ഒഴിഞ്ഞ പറമ്പിൽ ആവശ്യക്കാർക്ക് കഞ്ചാവ് വലിക്കുന്നതിനും മറ്റു സൗകര്യം ഒരുക്കി നൽകുകയും ചെയ്തിരുന്നു. വീടിനു പുറകിലെ ഒരു കൂട്ടിലാണ് മെരുകിനെ വളർത്തിയിരുന്നത്. മെരുവിനെ കെണിവെച്ചു പിടികൂടി ഇറച്ചിയാക്കി ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തിയിരുന്നതായും പറയുന്നു. സംസ്ഥാനത്തെ ഗുണ്ട ക്രിമിനൽ സംഘങ്ങളെ കസ്റ്റഡിയിലെടുക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് കമ്മീഷണർ ആദിത്യയുടെ നിർദ്ദേശപ്രകാരം കുന്നംകുളം ACP TS സിനോജിന്റെ നേതൃത്വത്തിൽ CI KG സുരേഷ്, SI E ബാബു, പോലീസ് ഓഫീസർമാരായ സുമേഷ്, വൈശാഖ്, ഗണേഷ്, ഷജീർ, ഓമന, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ KB അശോകൻ, PS ബാബു എന്നിവർ ചേർന്നാണ് റെയ്ഡ് നടത്തിയത്. ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ശ്രീജിത്ത് കുന്നംകുളത്തെ ഒരു മാധ്യമ പ്രവർത്തകനെ ആക്രമിച്ച കേസിലും പ്രതിയാണ്.
പോർക്കുളം മേഖലയിലും മറ്റും വ്യാപകമായ രീതിയിൽ കഞ്ചാവ് വിതരണം ചെയ്യുന്നതിൽ മുഖ്യ കണ്ണിയാണ് ശ്രീജിത്ത് എന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. എന്നാൽ 1 കിലോഗ്രാമിന് താഴെ അളവിൽ കഞ്ചാവ് കൈവശം വെച്ചാൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പായതിനാൽ കോടതിയിൽ ഹാജരാക്കിയ ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു. തുടർന്ന് സംരക്ഷിത വന്യജീവിയായ മരപ്പട്ടിയെ കൈവശം വെച്ചതിന് എരുമപ്പെട്ടി ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സി രാജീവിന്റെ നേതൃത്വത്തിൽ വനപാലകർ ശ്രീജിത്തിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. 1972 വന്യജീവി സംരക്ഷണ നിയമമനുസരിച്ച് ഷെഡ്യൂൾ 2 വിഭാഗത്തിൽ ഉൾപ്പെട്ട മരപ്പട്ടിയെ ഉപദ്രവിക്കുന്നതും പിടികൂടി കൈവശം വെക്കുന്നതും ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ്. ഈ വകുപ്പുകൾ ചുമത്തിയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തത്. കൊലപാതകങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ഗുണ്ടാ സംഘങ്ങളെ അടിച്ചമർത്താൻ ഓപ്പറേഷൻ റേഞ്ചർ സംഘടിപ്പിച്ചപ്പോൾ കുടുങ്ങിയത് നിരവധി പേരാണ്. ഇത്തരത്തിൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ ഇനിയും പരിശോധനകൾ ശക്തമാക്കിയാൽ ഒരു പരിധിവരെ ജില്ലയിലെ അക്രമി സംഘങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പോലീസിന് സാധിക്കുമെന്നതിൽ തർക്കമില്ല. പെരുമ്പിലാവ് ചൊവ്വാഴ്ച ചന്തയുടെ പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. കോവിഡ് മഹാമാരിയെ തുടർന്ന് ഒറ്റപ്പിലാവ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നടത്തിയിരുന്ന ചന്ത അടച്ചുപൂട്ടിയതോടെ നിരവധി പേരുടെ ഉപജീവനം കൂടിയാണ് ലോക്കായത്. ആഴ്ചതോറും 5 കോടിയോളം രൂപയുടെ കച്ചവടം നടന്നിരുന്ന സ്ഥലമാണ് ഇപ്പോൾ കാട് പിടിച്ചു കിടക്കുന്നത്. തലമുറകളായി ചന്തയെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവർ മറ്റ് ജീവിതമാർഗങ്ങൾ ഇല്ലാതെ ഉപജീവനത്തിനായി നട്ടം തിരിയുകയാണ്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആടുമാടുകൾ ചന്തയിൽ വിൽപ്പനയ്ക്കായി എത്തിയിരുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 5 മണിയോടെ തുടങ്ങുന്ന കച്ചവടം രാത്രി 9 വരെ നീണ്ടിരുന്നു. പൊരുത്തുകാർ, ചുമട്ടുതൊഴിലാളികൾ, ഡ്രൈവർമാർ, ബലൂൺ വിൽപ്പനക്കാർ തുടങ്ങി ഇതര ജില്ലകളിൽ നിന്നടക്കം 100 കണക്കിന് ആളുകൾ ചന്തയിൽ എത്തുമായിരുന്നു. ചന്ത പ്രവർത്തനം നിലച്ചതോടെ അനധികൃത കാലിക്കച്ചവടവും കൊഴുത്തു. ചന്തയുടെ പരിസരത്ത് രാത്രി സമയങ്ങളിൽ കാലികളെ കൊണ്ടുവന്നിറക്കി കച്ചവടം നടത്തിയിരുന്നത് പോലീസ് തടഞ്ഞിരുന്നു. പെരുമ്പിലാവ്, കുന്നംകുളം, വടക്കേക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ഇറച്ചി കച്ചവടക്കാർക്ക് മികച്ച കാലികളെ ലഭിച്ചിരുന്നത് പെരുമ്പിലാവ് ചന്തയിൽ നിന്നായിരുന്നു. ചന്ത നിന്നതോടെ കന്നുകാലി കച്ചവടം ഏതാനും സ്വകാര്യ വ്യക്തികളുടെ കുത്തകയായി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇവർ എത്തിക്കുന്ന കാലികളെ അമിത വില കൊടുത്തു വാങ്ങേണ്ട ഗതികേടിലാണ് ഇറച്ചി വ്യാപാരികൾ ഇപ്പോൾ. കാലികളുടെ ലഭ്യത കുറഞ്ഞതോടെ ഇറച്ചിക്ക് വില കൂടിയിട്ടുമുണ്ട്. ചന്ത വീണ്ടും തുറന്ന് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിക്കാനുള്ള നടപടികൾ അധികൃതർ കൈക്കൊള്ളണമെന്നാണ് ചന്തയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തിയിരുന്നവരുടെ അപേക്ഷ. നിരവധി കുടുംബങ്ങളാണ് കന്നുകാലി കച്ചവടത്തിലൂടെ ഉപജീവനം നടത്തിയിരുന്നത്. എന്നാൽ ലോക്ഡൌൺ എല്ലാ പ്രതീക്ഷകളും തകർത്തെറിഞ്ഞു. ഈയൊരു ജോലി മാത്രം തൊഴിലായി കണ്ടിരുന്നവർക്ക് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണിപ്പോൾ. ഇനിയും സ്ഥിതിഗതികൾക്ക് മാറ്റം വന്നില്ലെങ്കിൽ തീർത്താൽ തീരാത്ത ദുരിതങ്ങളിലേക്കാവും കച്ചവടക്കാർ കൂപ്പുകുത്തുക എന്നതിൽ സംശയമില്ല. ഇതോടുകൂടി ഈ വാരത്തെ ആഴ്ചവട്ടം പൂർത്തിയാകുന്നു. പുത്തൻ വാർത്തകളുടെ വിശകലനവുമായി കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.